എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ പെർഫെക്റ്റ് ആയിട്ടും ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ പെരുന്നാൾ സ്പെഷ്യൽ ഉണ്ണിയപ്പമാണ്. വളരെ സിമ്പിളാണ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇതുവരെയും നിങ്ങൾ ഉണ്ണിയപ്പം തയ്യാറാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ട് ഒന്ന് തയ്യാറാക്കി നോക്കണേ. അതുപോലെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുവാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ടൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ഗ്ലാസ് അളവിൽ വറുത്ത നൈസ് അരിപ്പൊടി ചേർക്കാം. ഇനിയിപ്പോൾ തരിതരിപ്പുള്ള പൊടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അരിപ്പൊടിയുടെ കൂടെ തന്നെ അര ഗ്ലാസ് അളവിൽ ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് അര ഗ്ലാസ് റവ കൂടെ ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ വറുത്തതായാലും കുഴപ്പമില്ല, വറുക്കാത്തതായാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ മൈദപ്പൊടി കൂടെ ചേർക്കാം. ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് ഇതെല്ലാം നല്ലോണം തന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. പൊടികളെല്ലാം ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ 350 ഗ്രാം ശർക്കര 1/2 ലിറ്റർ വെള്ളത്തിൽ ഒന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇത് ചൂടോടുകൂടി തന്നെ നമുക്ക് ഈ ഒരു പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പൊടി പെട്ടെന്ന് തന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. 2 ഗ്ലാസ് വെള്ളത്തിലാണ് ശർക്കര ഞാൻ പാനിയാക്കി എടുത്തിട്ടുള്ളത്. ഒറ്റടിക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാതെ കുറേശ്ശെയായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോഴാണ് ആ കറക്റ്റ് പാകം നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഒറ്റടിക്ക് തന്നെ നമ്മളിതിലേക്ക് ആ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളത്തിന്റെ അളവ് കൂടിപ്പോവാനും സാധ്യത കൂടുതലാണ്. നമ്മൾ എടുത്തിട്ടുള്ള പൊടിക്ക് 2 ഗ്ലാസ് വെള്ളം ആവശ്യമായിട്ടുണ്ട്. 300 ഗ്രാം ശർക്കരയും പാനിയാക്കിയത് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഇളക്കി കൊടുക്കും. കട്ടകളില്ലാതെ വേണം ഇളക്കി യോജിപ്പിക്കാനായിട്ട്. ഈ ഒരു പരുവത്തിനാണ് ഞാനിവിടെ പൊടി മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. കട്ടകൾ ഉണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക. ഇപ്പൊ നല്ല ലൂസായിട്ട് തന്നെ നമുക്ക് മാവ് കിട്ടിയിട്ടുണ്ട്. മാവ് ഇതുപോലെ ഒന്ന് കലക്കി നോക്കിയിട്ട് തവി ഇങ്ങനെ ഒന്ന് മറിച്ച് നോക്കണം. അപ്പോഴേക്കും തവിയിൽ ഇതുപോലെ ഒട്ടിപ്പിടിക്കുവാണെങ്കിൽ കറക്റ്റ് പാകമാണ്. ഇങ്ങനെ വിരൽ ഓടിച്ചു നോക്കുമ്പോൾ കറക്റ്റായിട്ട് ആ ഒരു വര തെളിഞ്ഞ് കാണണം കേട്ടോ. ഇനി നമുക്ക് ഈ പൊടി ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ പൊടിയിലേക്ക് ചേർക്കാനായിട്ട് ഒരു 10 ചക്കച്ചുള ഞാൻ ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. നിങ്ങൾക്കിപ്പോൾ ചക്ക ഇല്ലെങ്കിൽ ഒരു റോബസ്റ്റപ്പഴം എടുക്കാം, അല്ലെങ്കിൽ ഒരു നല്ല പോലെ പഴുത്ത് കറുത്തിട്ടുള്ള ഏത്തപ്പഴം എടുക്കാം. ഇതും അല്ലെങ്കിൽ 3 പാളയംകോടൻ പഴം എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ചക്കപ്പഴം ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവിലേക്ക് ചേർക്കാം. ചക്കപ്പഴം കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇതെല്ലാം നന്നായിട്ട് തന്നെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചക്കപ്പഴം കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്തപ്പോഴേക്കും നമ്മുടെ മാവ് നല്ല കട്ടിയായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കിതിലേക്ക് മിക്സിയുടെ ജാറ് കഴിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു തുള്ളി വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളവും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 പീസ് നാളികേര കൊത്ത് ചേർക്കാം. ഞാനിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നില്ല. ഒരു സ്പൂൺ അളവിൽ ഏലക്കപ്പൊടി കൂടെ ചേർക്കാം. ഇതെല്ലാം കൂട്ടി ചേർത്ത് നല്ലോണം തന്നെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്കിപ്പോൾ ഒരു 3-4 ദിവസം വെച്ച് കഴിക്കാനാണെങ്കിൽ നാളികേരം ഒന്ന് ഫ്രൈ ചെയ്ത് വേണം ചേർക്കാനായിട്ട്. ഞാനിതിപ്പോൾ വൈകിട്ടത്തെ ചായക്കുള്ളൊരു കടിയായിട്ടാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത്. ഇങ്ങനെ തയ്യാറാക്കിയാൽ ഒരു 3 ദിവസം നമുക്ക് പിന്നിലടച്ച് സൂക്ഷിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. 3 ദിവസത്തിൽ കൂടുതലൊന്നും ഇരിക്കില്ല. അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പത്തിന്റെ മിക്സ് ഇവിടെ റെഡിയാണ് കേട്ടോ. നമുക്കുടൻ തന്നെ ഉണ്ണിയപ്പം തയ്യാറാക്കാൻ തുടങ്ങാം. ഇപ്പോഴും ഈ റിബൺ പോലെയാണ് മാവ് താഴേക്ക് ഊർന്നു വീഴുന്നത്. ഇനി ചൂടായി വന്നിട്ടുള്ള ഉണ്ണിയപ്പക്കാരയിലേക്ക് പൊരിച്ചെടുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3/4 ഭാഗത്തോളം എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതിയാകും. നിറയെ തന്നെ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഓരോ കുഴികളിലേക്കും മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ സോഡാപ്പൊടിയൊക്കെ ചേർത്ത് തയ്യാറാക്കാൻ താല്പര്യമാണെങ്കിൽ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ സോഡാപ്പൊടി ഒന്നും തന്നെ ചേർക്കാതെയാണ് ഉണ്ണിയപ്പം തയ്യാറാക്കുന്നത്. മാവ് കോരി ഒഴിച്ചു കൊടുക്കുമ്പോൾ എണ്ണ നല്ല ചൂടായിരിക്കും. ആ ഒരു സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ പൊങ്ങി വരുമ്പോൾ നമുക്ക് ഉണ്ണിയപ്പം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ആ ഒരു സമയത്ത് ഫ്ലെയിം ഒന്ന് ചെറുതായിട്ട് കൂട്ടി വെച്ച് കൊടുക്കാം. ഉണ്ണിയപ്പം ഇപ്പോൾ നല്ലപോലെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാ അപ്പങ്ങളും ഞാനിവിടെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. താഴെ ഭാഗവും മറിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒന്നും കൂടെ നമുക്കിന്ന് തിരിച്ചിട്ട് കൊടുക്കാം. താഴെ ഭാഗവും മറിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ ആദ്യ ഉണ്ണിയപ്പം ഇവിടെ ഞാനിവിടെ മുരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉണ്ണിയപ്പം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അടുത്തതും നമുക്കിതുപോലെ തന്നെ മുരിച്ചെടുക്കാം. വീണ്ടും മുരിഞ്ഞു വരുമ്പോഴേക്കും ഇതും നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഉണ്ണിയപ്പം തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ളൊരു ചൂടാണ്.
അതുപോലെ മാവിന് കട്ടി കൂടിപ്പോയാൽ അപ്പം പൊട്ടിപ്പോകും കേട്ടോ. ഇനി മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുത്ത് തന്നെ നമുക്കൊന്ന് മുരിയിച്ചെടുക്കാം. പെർഫെക്റ്റ് ഉണ്ണിയപ്പം തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നല്ലോണം മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓരോന്നായിട്ട് കോരി മാറ്റാം. കോരി വെക്കുമ്പോൾ ഇതുപോലെ കമിഴ്ത്തി വെക്കണം കേട്ടോ. കമിഴ്ത്തി വെക്കുമ്പോഴാണ് ആ എണ്ണ എല്ലാം ഊർന്ന് താഴേക്ക് വീഴുന്നത്. ഇനി നമുക്കിതുപോലെ തന്നെ എല്ലാ അപ്പങ്ങളും നമുക്കിവിടെ മുരിയിച്ചെടുക്കാം. പെരുന്നാൾ സ്പെഷ്യലായിട്ട് ആർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഉണ്ണിയപ്പമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് എണ്ണയുടെ ചൂട് നോക്കിയിട്ട് നമ്മുടെ ചട്ടിയുടെ ഭാഗം ഒന്ന് കറക്റ്റായിട്ടൊന്ന് തിരിച്ചും മറിച്ചൊക്കെ വെച്ച് കൊടുക്കണം. അങ്ങനെ നമ്മുടെ എല്ലാ ഉണ്ണിയപ്പങ്ങളും ഞാനിവിടെ പൊരിച്ചു മാറ്റിയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ ഒരു പെരുന്നാൾ ദിനത്തിൽ എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല പഞ്ഞി പോലുള്ള ഉണ്ണിയപ്പമാണ്. ഈ ഒരു വീഡിയോ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഈ ഒരു ഉണ്ണിയപ്പം തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ണിയപ്പത്തിന്റെ സ്വാദ് ഒരുപോലെ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.